സിനിമകൾ, അതിലധികം മലയാളികൾ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ. ഹരി, നമ്മൾ പറഞ്ഞ് ആരംഭിച്ചത് തുടരാം. ഞാൻ ജഗദീഷ് ശ്രീകുമാറിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇപ്പോ സുരേഷ് ഗോപി പറഞ്ഞ വാചകത്തിൽ ഞാൻ അത് വെച്ച് കൺസിഡർ ചെയ്യില്ല. തെങ്കാശിപ്പട്ടണമാണ് ആ സിനിമ. അതൊരു ചെറിയ ചെറിയ വേഷങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നതാണ് സലീം കുമാർ. സത്യമേവ ജയതയിൽ കോമഡി കഥാപാത്രമാണ് സലീം കുമാർ ചെയ്തത്. അതും അത് വലിയ എത്ര വലിയ കോമഡി കഥാപാത്രമൊന്നുമില്ല, ഇത് ചെറിയ കോമഡി കഥാപാത്രമാണ്, സീരിയസ് സിനിമയാണ്. ആ വേഷം കണ്ടിട്ടാണ് സുരേഷ് ഗോപി തെങ്കാശിപ്പട്ടണത്തില് റാഫി മെക്കാടിനോട് ലാലിനോട് സലീം കുമാറിന് ഒരു നടനുണ്ട് സത്യമേവ ജയതയിൽ അഭിനയിച്ചതാണ്, അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്തത്. ഈ റോൾ ആക്ച്വലി സലീം കുമാർ ചെയ്ത റോള് ഹരിശ്രീ യശോവിന് വേണ്ടി ചെയ്തിരുന്ന റോളാണ് തെങ്കാശിപ്പട്ടണത്തിലെ ആ കഥാപാത്രം. പക്ഷെ ഹരിശ്രീ യശോവിന് ഡേറ്റ് ഇല്ലാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് അത് സലീം കുമാറിലേക്ക് പോകുന്നത്. അങ്ങനെ ലാലിലേക്ക് സലീം കുമാർ എന്ന നടന്റെ പേര് റെഫർ ചെയ്യുന്നത് സുരേഷ് ഗോപിയാണ്. അങ്ങനെ ഒരു തിയേറ്റർ രാത്രി കണ്ടിട്ട് സത്യമേവ ജയതയിലെ കഥാപാത്രത്തിലെ വിഷ്വൽസ് ലാല് കാണുകയും അത് ഓക്കെ ആയിട്ടാണ്, ലാലായിരുന്നല്ലോ സിനിമയുടെ നിർമ്മാതാവ്, അങ്ങനെ ഓക്കെ ആയിട്ടാണ് സലീം കുമാറിനെ തെങ്കാശിപ്പട്ടണത്തിലേക്ക് വിളിക്കുന്നത്. തെങ്കാശിപ്പട്ടണം സലീം കുമാർ വന്നത് മാത്രമേ നമുക്കറിയാം. അതിനുശേഷം അദ്ദേഹം ചെയ്യിപ്പിച്ചതും അദ്ദേഹം ആ രംഗം സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. ഈ സലീം കുമാറിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത അദ്ദേഹത്തിന്റെ സിനിമയാക്കി മാറ്റും. ഇപ്പൊ പുലിവാൽ കല്യാണം എന്ന സിനിമ ജയസൂര്യ പോലും പറഞ്ഞത് അദ്ദേഹത്തിന്റെ സിനിമയല്ല, അത് സലീം കുമാറിന്റെ സിനിമയാണ് എന്നുള്ളതാണ്. ഇതുപോലെ സലീം കുമാറിന്റെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ മാത്രമാക്കേണ്ട ആ സിനിമ അദ്ദേഹം ഓൺ ചെയ്യും. അതാണ് സലീം കുമാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് മാറുന്നത്. നമ്മളിപ്പോ പറഞ്ഞ ഈ മായാവി ആവട്ടെ, നമ്മൾ മമ്മൂട്ടി എന്ന മായാവി കഥാപാത്രത്തെക്കാൾ കൂടുതൽ ഓർമ്മിക്കുന്നത് കണ്ണൻ സ്വാങ്ങിനെയായിരിക്കും. ഞാൻ പറയുന്നത് ഇതുപോലെ കഥാപാത്രങ്ങൾ ഓൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആ സിനിമ ഓൺ ചെയ്യും. ഇപ്പൊ കമലാണ് ഒരു പക്ഷേ അതുവരെ കോമഡി ചെയ്തുകൊണ്ടിരുന്നത്, അതുവരെ എന്ന് പറഞ്ഞാൽ 3-4 വർഷമായിട്ട് കോമഡി ചെയ്തു. 2002 മുതൽ 2004 വരെ തുടർച്ചയായിട്ട് സലീം കുമാറിന്റെ ഹ്യൂമർ സിനിമകൾ മാത്രമായിരുന്നു. നമ്മൾ കിളിച്ചുട മമ്പ് എടുത്ത് നോക്കി ഇഷ്ടംപോലെ സിനിമകളുണ്ട്, പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതിനിടയിൽ കമൽ വന്നിട്ടാണ് ഗ്രാമഫോൺ എന്നുള്ള സിനിമയ്ക്ക് വളരെ സീരിയസ് ആയിട്ട് വേഷം കൊടുക്കുന്നത്. ആ വേഷത്തിന് പിന്നാലെ തിരുമഴക്കാലത്തിലേക്ക് കമൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഈ പറയുന്ന പോലത്തുള്ള സിനിമകൾ. ഇപ്പൊ ആദാമിന്റെ മകൻ 2010 വന്നതാണ്. അതിനിടയിൽ ഇപ്പൊ അച്ഛനുറങ്ങാത്ത വീട്ടിൽ 2006 ലാൽ ജോസ് കൊണ്ടുവന്നതാണ്. ഇപ്പൊ കമലും ലാൽ ജോസും സലീം കുമാറിനെ ഹ്യൂമർ കഥാപാത്രമായിട്ടും എടുത്തിട്ടുണ്ട്. ഇപ്പൊ പച്ചക്കുതിര എന്ന് പറഞ്ഞ കമൽ സിനിമയ്ക്ക് നമ്മൾ കാണുന്നത് ത്രൂ ഔട്ട് ഹ്യൂമർ വേഷമാണ്. പക്ഷെ അതേ സംവിധായകൻ അതിന് മുന്നേ 2 സിനിമകൾ വളരെ സീരിയസ് ആയിട്ട് സലീം കുമാറിനെ പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. ഈ പല പല ചെക്ക് പോയിന്റ്സ് നമ്മൾ പറയുമല്ലോ, തുടർച്ചയായി കോമഡി കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സലീം കുമാറിനാണ് ഇതുപോലുള്ള ചെക്ക് പോയിന്റുകൾ വന്നത്. ഇപ്പോ പറഞ്ഞ പോലെ ഗ്രാമഫോൺ പടമായാലും അച്ഛനുറങ്ങാത്ത വീടായാലും കേരള കഫേയിലെ ഒരു പ്രധാനപ്പെട്ട സിനിമയായാലും ആദാമിന്റെ പകൽ അബു ആയാലും കറക്കൽ ചൂടൻ ആയാലും നമ്മൾ ഇത് സലീം കുമാർ തന്നെ ചേർന്നിട്ടില്ല. അങ്ങനെ നിർണായകമായ പല സിനിമയെ സലീം കുമാർ അതാണ് സലീം കുമാർ എന്ന നടൻ, അദ്ദേഹത്തിൻ്റെ വേർപാട്, ആ വിടവ് മലയാള സിനിമയ്ക്ക് എത്രത്തോളം നഷ്ടമാണ് എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഏറ്റവും നിർണായകമായ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ജഗദീഷ് ശ്രീകുമാറിനെ പോലെയുള്ള നമുക്കൊരു ഫ്രെയിം എടുത്താൽ, പഴയ സിനിമകളുടെയും മലയാള സിനിമകളുടെയും ഫ്രെയിം എടുത്താൽ, ഹാസ്യ താരങ്ങളുടെ ഒരു ഫ്രെയിം എടുത്താൽ, ചിത്രങ്ങൾ പഴയ ഫോട്ടോസ് എടുത്താൽ, സിനിമ കണ്ടാൽ അവരിൽ മിക്കവരും ഇന്ന് ഇല്ല എന്നുള്ളത് ഏറെ ദുഃഖകരമായ കാര്യമാണ്. അത്രത്തോളം ഒരു കാലഘട്ടത്തെ, ഒരു തലമുറയെ ഇങ്ങനെ കൊണ്ടു നടന്ന, ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച, അവരുടെ ജീവിതത്തെ സമ്പന്നമാക്കിയ ഒരുപിടി നടന്മാർ ഇപ്പോൾ ഭൂലോകത്തില്ല. ആ കൂട്ടത്തിലേക്ക് സലീം കുമാറും കൂടി നടന്നു പോവുകയാണ് എന്ന് പറയുമ്പോഴാണ് വലിയൊരു ദുഃഖം. ജഗദീഷ് ശ്രീകുമാറിൻ്റെയൊക്കെ അനാരോഗ്യം എത്രത്തോളം മലയാള സിനിമയെ, മലയാള പ്രേക്ഷകരെ ബാധിച്ചു എന്നുള്ളത് നമുക്കറിയാം. പല സംവിധായകരും, പ്രധാനപ്പെട്ട സംവിധായകരും പറഞ്ഞിട്ടുണ്ട്, പല പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അവരാലോചിക്കുമ്പോൾ അത് ആര് അവതരിപ്പിക്കും എന്നതിനെക്കുറിച്ചാണ് ഏറ്റവും ദുഃഖകരമായ, ഏറ്റവും അവരെ പ്രയാസപ്പെടുത്തുന്ന കാര്യം. നമ്മുടെ സൂപ്പർ താരം മോഹൻലാലൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, താൻ അഭിനയിച്ച സിനിമകളുടെയൊക്കെ പല ആളുകളും ഇപ്പോൾ തന്നോടൊപ്പമില്ല എന്ന് ദുഃഖത്തോടെ പറയുന്നുണ്ട്. അത് മലയാള പ്രേക്ഷകർക്ക്, മലയാള സിനിമയ്ക്കുണ്ടാക്കുന്ന നഷ്ടം ചെറുതല്ല. ആ ഒരു പട്ടികയിലേക്ക് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സലീം കുമാറും പോകുന്നു എന്നുള്ളതാണ് അതീവ ദുഃഖകരമായ കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.